അടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിനു മുന്നേ മൾട്ടിഗ്രെയിൻ ഓട്സ് വെച്ചിട്ട് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നത് അവക്കാഡോയും റാഗിയൊക്കെ വെച്ചിട്ടാണ്. കുട്ടികൾ സാധാരണ അവക്കാഡോ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ട, റോബസ്റ്റയുടെ ഒരു പഴം. റോബസ്റ്റ തന്നെ വേണമെന്നില്ല, ഏത്തപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഏത് വേണേലും എടുക്കാം. അതുപോലെ നട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാമും പിസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നട്ട്സിൻ്റെ അളവ് കൂടിയും കുറച്ചുമൊക്കെ ചേർക്കാം ഇഷ്ടമുള്ള പോലെ. അതുപോലെ ഇഷ്ടമുള്ള നട്ട്സും എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് ബ്ലൂബെറിയാണ്. ബ്ലൂബെറി നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 or 3 ഒക്കെ എടുക്കാം. പിന്നെ ഒരു ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് റാഗി പൗഡറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ റാഗി പൗഡർ എടുക്കുന്നുണ്ട്. റാഗിയുടെ കൂടെ ഞാൻ മൾട്ടിഗ്രെയിൻ്റെ ഓട്സും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം 1/2 കപ്പിൻ്റെ അളവിലാണ് രണ്ടും കൂടെ എടുക്കുന്നത്. ഓട്സ് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവേ. ഇനി റാഗി തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ അതുവഴി ഇട്ട് കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അരിഞ്ഞിടുമായിരിക്കും പെട്ടെന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് നല്ലത്. ചില ഫ്രൂട്ട്സും നട്ട്സും ഒന്നും കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ അരച്ച് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ അത് കഴിച്ചോളും. എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടല്ലേ സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് സ്ട്രോബെറിയൊക്കെ കിട്ടുമ്പം അത് ചെറുതായിട്ട് അരിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഒപ്പം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം അവരത് കഴിച്ചോളും. അതുപോലെ നേന്ത്രപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ഇതിനകത്ത് നേന്ത്രപ്പഴം ചേർത്തുണ്ടാക്കി കൊടുത്താലും ഇഷ്ടപ്പെടും. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് പാലാണ്. പാലൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം. അത് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ, കാരണം റാഗി ആയതുകൊണ്ട് വെള്ളം അധികം ആവശ്യമില്ല. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇതിനകത്ത് ആദ്യം ചേർത്ത് കൊടുത്ത പാൽ തന്നെ ധാരാളമാണ്. ഇനി പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റാഗി തന്നെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പാൽ ചേർക്കേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല. ഒന്നും കൂടി ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു അവക്കാഡോ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത അവക്കാഡോ വേണം എടുക്കാനായിട്ട്. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഒരു മുറി എടുത്താൽ മതി. നന്നായിട്ട് പഴുത്തായതുകൊണ്ട് ഇതിൻ്റെ തൊലി കൈ കൊണ്ട് തന്നെ പൊളിച്ചിങ്ങെടുക്കാൻ പറ്റും. ഇനി ഇതൊന്നെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഉടച്ച് ചേർക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കും. നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് നമുക്ക് ഈ അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ബാക്കിയുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചും വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന അവക്കാഡോയിലേക്ക് ഞാൻ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ മധുരം വേണ്ടവർക്ക് അല്പം പഞ്ചസാരയോ ഹണിയോ എന്തെങ്കിലും വേണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായിട്ടിരിക്കരുത്, കാരണം ഇതിനകത്ത് റാഗി ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് മുറിഞ്ഞു പോരുവേ. നമുക്ക് കല്ലേന്ന് എടുക്കാനായിട്ട് പാടായിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒരു ചെറിയ തവി കോരി ഒഴിക്കാം. ഒരുപാട് വലുപ്പത്തിൽ പരത്തരുത്, അതുപോലെ അടി ചേർത്ത് പരത്തുകയും ചെയ്യരുത്. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയാൽ മതി, ഇല്ലെങ്കിൽ ഇതിന് നമുക്ക് മറിച്ചിടാനായിട്ട് പാടാകും. ഇതിനകത്ത് റാഗി ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഇതൊട്ടും കട്ടി ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ ഓട്സ് തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും മാവിന്. അപ്പം നമുക്ക് മറിച്ചും തിരിച്ചുവിടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതെല്ലാ സൈഡും ഇളക്കിയതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ, എല്ലാ പകുതിക്ക് വെച്ചത് മുറിഞ്ഞു പോകും. അതുപോലെ ചുടുമ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചുടാനായിട്ട്. ഇടയ്ക്കൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. വലിയ തവയാണെങ്കിൽ അതിൽ 2 വീതം കോരി ഒഴിക്കാവേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ നിങ്ങളുടെ ഓരോ കമൻസും പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് കമൻ്റ് ഇടാൻ ഒട്ടും മടിക്കില്ലേ.
ഇതിപ്പോൾ ഞാനൊരു 4 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് ഇത്. ഇനി നമ്മൾ അവക്കാഡോയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നില്ല, അത് ഒരെണ്ണത്തിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ അവക്കാഡോയുടെ ടേസ്റ്റ് ഒന്നും അറിയില്ല, ഇത് ഉണ്ടെന്ന് തന്നെ തോന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പാൻ കേക്ക് വെച്ച് കൊടുക്കാം. ഓരോ ലെയറിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയറിൽ ഞാൻ വെക്കുന്നത് ഒരു ചോക്ലേറ്റ് സോസാണ്. ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സോസാണ്. ഒന്നുമില്ല, ചോക്ലേറ്റിനകത്തേക്ക് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതിനെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സ്ട്രോബെറി അരിഞ്ഞതും ബ്ലൂബെറി, കുറച്ച് ബനാന അരിഞ്ഞതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവക്കാഡോ റാഗി പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്